എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചായക്കടിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചായക്കടി റെഡിയാക്കി എടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗോതമ്പ് പൊടിയുടെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് പൊടിയെടുക്കുക കേട്ടോ. അപ്പോൾ കഴിക്കാനുള്ള കുറച്ചും കൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് മുഴുവനായിട്ടുള്ള ഗോതമ്പ് പൊടിയും നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ പൊടി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഞാൻ ഈ ഒരു പൊടിയുടെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഉപ്പും ഓയിലും ഒക്കെ ആ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് തിരുമി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പരുവത്തിൽ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് മാവ് എന്ന് പറയുന്നത് അങ്ങോട്ട് ടൈറ്റ് ആയി പോകാൻ പാടില്ല, ഇത്തിരി ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ കുഴക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല, നമ്മൾ കൈയൊക്കെ കുത്തി നോക്കാൻ പാകത്തിലുള്ള ആ ഒരു ചൂട് മാത്രം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തടവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 5-10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ഇതിൻ്റെ മേലെ തൂക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. നമ്മൾ ആ ഒരു മാവൊക്കെ കുഴച്ചെടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തേക്കും നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ മസാല റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും ചെയ്യും. പിന്നെ എല്ലാം പെട്ടെന്ന് കഴിയും. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടും അത്രയും ഹെൽത്തി ആയിട്ടും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇനി ഈ ഒരു സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളറ് ഇതുപോലെ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വേണ്ട, ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും അതേപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും അത്രമാത്രം മതി. എന്നിട്ട് ആ ഒരു സവാളയുടെയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റിൻ്റെയും പച്ചമണം ഒന്ന് മാറി വരുന്ന സമയം വരെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള അത്യാവശ്യം ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു ചെറിയ പീസ് തക്കാളി കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയ്ക്ക് ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല. ഒരുപാട് തക്കാളി ചേർത്തുന്ന കഴിഞ്ഞാൽ മസാല ആകെ മൊത്തം ഒരു പുളിപ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ചെറിയൊരു പീസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം സിമ്പിളായിട്ട് കുറച്ച് മാത്രം മതി, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ ഒരു തക്കാളി ഒന്ന് വെന്ത് പേസ്റ്റ് പരുവത്തിലാകുന്ന വരെ നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് പേസ്റ്റ് പരുവത്തിലാവുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല മണമുള്ള ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മസാലയിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതപ്പോൾ കറക്റ്റ് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നമുക്ക് ഈ ഒരു മസാലയിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഈ ഒരു മസാലയിലോട്ട് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് എന്ന് പറയുന്നത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കോട്ടെ. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു തക്കാളി നന്നായിട്ട് വെന്ത് പേസ്റ്റ് പരുവത്തിലാകുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ആ ഒരു പേസ്റ്റ് പരുവത്തിൽ ഈ ഒരു മസാല അങ്ങോട്ട് മാറിക്കോളും.
ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു 5-6 പീസ് മീഡിയം വലിപ്പത്തിലുള്ള ചിക്കൻ കേട്ടോ. ആ ഒരു ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് അതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിയുന്ന സമയത്ത് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഈ ഒരു മസാലയിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചിക്കനും കൂടി മസാലയിൽ ഇടുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്, ഈ ഒരു പലഹാരം എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയാണെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്നുമില്ല, മസാല മാത്രമാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിക്കന് പകരമായിട്ട് ബീഫോ മട്ടനോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വെന്തിട്ടുള്ള ചിക്കനാണ്. അത് ആ ഒരു മസാലയിൽ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഓരോ മാവും നമുക്ക് കൈയുടെ അടിയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയുടെ അടിയിൽ വെച്ചിട്ട് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല നൈസായിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നൈസായിട്ട് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല കറക്റ്റ് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഈ ഒരു മാവിലോട്ട് സെൻറ്ററിലായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഒരുപാടായി പോകണ്ട. ഒരുപാടായിപ്പോയി കഴിഞ്ഞാൽ നമ്മളിത് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു അളവിൽ സെൻറ്ററിൽ കുറച്ച് മാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് ഇതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കൈയുടെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് നല്ല സെക്യൂറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക, നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വീണ്ടും കൈയുടെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എല്ലാ മാവും ഇതുപോലെ നമുക്കങ്ങ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എല്ലാ മാവും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല കേട്ടോ, കുറച്ച് ഓയിലൊന്ന് പാനിൽ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് ഈ ഒരു പാനിൽ അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരണം, അപ്പോഴാണ് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടെന്ന് കഴിഞ്ഞാൽ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ ഇത് ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് 2 സൈഡും ഇതുപോലെ അങ്ങോട്ട് മൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയൊക്കെ വീട്ടിലുള്ളവർ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.